എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്നത്തെ ദിവസം വളരെ നന്നായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 24/10/2025 വെള്ളിയാഴ്ച. ഇന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം ഇന്ന് IT-കാർക്കൊക്കെ അവധി തുടങ്ങുന്ന ദിവസമാണ്. എന്നാൽ ധാരാളം ജോലിയൊക്കെ ഉള്ള ദിവസമാണ്. വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകണം. വെള്ളിയാഴ്ച ദിവസം നമ്മൾ ആരാധിക്കേണ്ടത് ഭഗവതിയെയാണ്. എല്ലാവരും അവരവരുടെ വിശ്വാസപ്രകാരം അവരവരുടെ ആചാരപ്രകാരം ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകേണ്ട ദിവസമാണ്. എല്ലാവിധ നന്മകളും എല്ലാവർക്കും വരുവാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ദോഷാധിക്യം കാണുന്നു. പല നഷ്ടങ്ങളും അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അപമാനിതയാകാനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. വൈവാഹിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ചില തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായി വരും. അതേപോലെ പങ്കാളിയുമായി പൊരുത്തപ്പെട്ടു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ എല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാനസികാരോഗ്യം കുറഞ്ഞിരിക്കുന്നവർക്ക് അത് അധികരിക്കാനായിട്ട് സാധ്യത കാണുന്നു. അതേപോലെ സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കാൻ പ്രതീക്ഷിച്ചിരുന്ന ഈ ദിവസം അത് കുറച്ചുകൂടി നീണ്ടുപോകുന്നതായിട്ട് അറിയുകയും കുറച്ച് മനക്ലേശം ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന ദിവസമാണ്. സ്ഥാനമാറ്റത്തിന് സാധ്യതയുള്ള ദിവസമാണ്. അതായത് വാടകയ്ക്കോ മറ്റോ താമസിക്കുകയോ സ്ഥാപനം നടത്തുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് അവിടെ നിന്ന് മാറാനായിട്ട് നിർദ്ദേശം കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. അത്തരത്തിലുള്ള ചില മനപ്രയാസങ്ങൾ ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങളിലെല്ലാം ഇന്ന് വളരെ അനുകൂലമായി കാണുന്നു. പങ്കാളിയുടെ ആരോഗ്യ നില വളരെ അനുകൂലമായി കാണുന്നു. ആരോഗ്യസ്ഥിതി വളരെ മെച്ചപ്പെട്ടതാകയാൽ ഉല്ലാസവതിയായ പങ്കാളി അല്ല ഉല്ലാസവാനായ പങ്കാളിയോടുകൂടി സമയം ചിലവഴിക്കാനും പുറത്തു പോകുവാനുമൊക്കെ സാധ്യത ചില നക്ഷത്രക്കാർക്ക് ഉണ്ട്. അതേപോലെ സന്താനങ്ങളെക്കുറിച്ച് വളരെ ആശ്വാസകരമായൊരു ദിവസമായിരിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതേപോലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് ആശ്വാസകരമായൊരു ദിവസമായിരിക്കും. ദീർഘയാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കുമെന്ന്. അതേപോലെ ഗ്രഹനിർമ്മാണത്തിന്, ഗ്രഹം മോടി പിടിപ്പിക്കുന്നതിന്, അത് പുതിയ പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങാനൊക്കെ പ്ലാനിടുന്നവർക്ക് അതെല്ലാം സാധിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. നീരിറക്കം പോലെയുള്ള അസുഖമുള്ളവർക്ക് അത് വർദ്ധിക്കാനായിട്ട് സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ദീർഘനാളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കാൻ സാധ്യതയുണ്ടെങ്കിലും വൈകുന്നേരത്തോടു കൂടി ചില മനക്ലേശങ്ങൾക്ക് വഴിതെളിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായേക്കാം. സ്വയം കൃതാനർത്ഥം എന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ തന്നെ പ്രവൃത്തിയിൽ നിന്നുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുക. ദീർഘനാളുകളായി പ്ലാനിട്ടിരുന്ന അല്ലെങ്കിൽ പദ്ധതി ചെയ്തിരുന്ന പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നേരിടുന്നതായിട്ട് കാണുന്നു. ഈശ്വര പ്രാർത്ഥന വളരെ അനിവാര്യമാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അവരവരുടെ ആചാരമനുസരിച്ച് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകേണ്ടതാണ്. വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്ന ദിവസവുമാണ്. എന്നാൽ ചില അനിഷ്ടമായ കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിതരാകുകയും പ്രേരിതരാകുകയൊക്കെ ചെയ്യേണ്ട ഒരു ദിവസമാണ്. അനാവശ്യ കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അനാവശ്യ കൂട്ടുകെട്ടുകൾ താൽക്കാലിക സുഖം നൽകുമെങ്കിലും ഭാവിയിൽ വളരെയധികം വിപത്തുകൾ ഉണ്ടാക്കുമെന്ന് എല്ലാവരും മനസ്സിലാക്കുക. വിദ്യാർത്ഥികളും അതേപോലെ തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ കാര്യം എപ്പോഴും ഓർക്കുന്നത് വളരെ നന്നായിരിക്കും. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഇന്നത്തെ ഫലം ഒരുപോലെയാണ് അനുഭവപ്പെടുക. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം നോക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായൊരു ദിവസമായിരിക്കും. വളരെ ആശ്വാസകരമായ ദിവസമായിരിക്കും. ആരോഗ്യപരമായ പല നല്ല കാര്യങ്ങളും അല്ലെങ്കിൽ ആരോഗ്യപരമായി ആശ്വാസം തോന്നുന്ന ദിവസമായിരിക്കും. വളരെ ഉല്ലാസപൂർവ്വം ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനിടയാവുകയും ബന്ധുസമാഗമത്തിനുമൊക്കെ സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ ചിലർക്ക് വലിയ ഭാഗ്യമുണ്ടാകുന്നതറിഞ്ഞ് മനസ്സന്തോഷമുണ്ടാകാൻ സാധ്യതയുണ്ട്. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്താനായിട്ട് സാധ്യതയുള്ള ദിവസമാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും ബഹുമാനവും ഒക്കെ ലഭിക്കുന്ന ദിവസമാണ്. പ്രമോഷനുകൾക്കൊക്കെ സാധ്യത അടുത്തുണ്ട് എന്നറിഞ്ഞ് മനസ്സിന് സമാധാനം ലഭിക്കുന്ന ദിവസമാണ്. സാമ്പത്തികമായി ഒരു മെച്ചപ്പെട്ട ദിവസമായിരിക്കും.
ശാരീരിക ക്ലേശങ്ങൾക്ക് അയവ് വരുന്നത് മൂലം ഉല്ലാസയാത്രയ്ക്കോ പുറത്തേക്ക് ഇറങ്ങാനോ കറങ്ങാനോ ഒക്കെ വളരെയധികം ഉത്സാഹത്തോടുകൂടി പോകാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായ ദിവസമായിരിക്കും. അപ്രകാരം മിഥുനക്കൂറുകാർക്ക് ഇന്ന് ആശ്വാസകരമായൊരു ദിവസമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ സന്തോഷം തോന്നുന്ന ദിവസമാണ്. എല്ലാ വിഭാഗക്കാർക്കും ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമാണ്. പ്രതീക്ഷിച്ച പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ അനായാസേന ചെയ്യുവാനും സംസാരത്തിലൂടെ ചില കാര്യങ്ങൾ നേടിയെടുക്കാനുമൊക്കെ പറ്റിയൊരു ദിവസമായിരിക്കും. നല്ല മുഹൂർത്തത്തിൽ നല്ല കാര്യങ്ങൾ എല്ലാം ചെയ്യാനായിട്ട് സാധിക്കുകയും അതിന് ഭാവിയിൽ നല്ല ഒരു അനുഭവം ഉണ്ടാകാനുമൊക്കെ സാധ്യതയുണ്ട്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അതിന് അനുകൂലമായ ദിവസമായിരിക്കും. അകന്ന ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ അകന്ന സുഹൃത്തുക്കളിൽ നിന്നോ വളരെയധികം സഹായം ഓർക്കാപ്പുറത്ത് കിട്ടുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ സന്താനങ്ങളെക്കുറിച്ച് ചില ക്ലേശങ്ങളും മനപ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ ആലസ്യവും അതേപോലെ അവരുടെ പരീക്ഷാ വിജയത്തിലുള്ള പരാജയങ്ങളുമൊക്കെ മനസ്സിനെ ക്ലേശപ്പെടുത്താനായിട്ടൊക്കെ സാധ്യത കാണുന്നു. എന്നാൽ ഉന്നത പഠനത്തിന് സന്താനങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വളരെയധികം പരാജയമുണ്ടാകുന്ന ദിവസമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കുമെങ്കിലും ഉച്ചയ്ക്ക് ശേഷമുണ്ടാകുന്ന ചില തിക്താനുഭവങ്ങൾ നേരിടേണ്ടതായി കാണുന്നു. ചില അനാവശ്യ കൂട്ടുകെട്ടുകളിൽ നിന്ന് ഒരുപാട് തിക്താനുഭവങ്ങൾ ഉണ്ടാവുകയും ആരോപണ വിധേയരാകുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. ധനം കടം കൊടുത്തിട്ട് കിട്ടാതെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും മാനസിക സംഘർഷത്തിൽ ഏർപ്പെടുകയുമൊക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. അതേപോലെ ഗൃഹത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉടലെടുക്കാനായി സാധ്യതയുണ്ട്. ഇതൊഴിച്ചാൽ ശാരീരികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതായിട്ട് കാണുന്നു. ബിസിനസ്സുകാർക്ക് ഇന്ന് വളരെ തിരക്കേറിയൊരു ദിവസമാണെങ്കിലും ലാഭം കുറവായി കാണുന്നു. ലോഹവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് വളരെ ലാഭം കിട്ടുന്ന ഒരു ദിവസമായിട്ട് കാണുന്നു. എന്നാൽ വൈകുന്നേരത്തോടുകൂടി ചില അസ്വസ്ഥതകൾ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. സാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഐ ടിക്കാർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമാണ്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായി കാണുന്നു. വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാതെ മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ഇന്ന് തീരുമാനം കൈക്കൊള്ളാനായി സാധ്യതയുണ്ട്. കമിതാക്കൾക്ക് വളരെ അനുകൂലമായ തീരുമാനങ്ങൾ കുടുംബാംഗങ്ങൾ എടുക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. സന്തോഷകരമായ ഒരുപാട് നിമിഷങ്ങൾ പങ്കിടാം ഇന്നത്തെ ദിവസം. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരയാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യം വരുന്ന ദിവസമാണ്. ശാരീരികമായി ഉണ്ടായിരിക്കുന്ന ക്ലേശങ്ങൾക്ക് അയവ് വരുന്ന ഒരു ദിവസമാണ്. സന്തോഷകരമായ ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടാകുമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ചില മാനസിക സംഘർഷങ്ങൾക്ക് വഴിതെളിക്കുന്നു. അനാവശ്യ കൂട്ടുകെട്ടുകളിൽ പെട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രതികൂലമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, അനാവശ്യമായ കൂട്ടുകെട്ടുകൾ നമുക്ക് വളരെയധികം വിപത്തുകൾ ഉണ്ടാക്കും. സന്മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുമല്ലോ. അടുത്തതായി നമുക്ക് യൂണിഫോം ഇട്ട ജോലിക്കാരുടെ ഇന്നത്തെ ഫലം നോക്കാം. ഇന്ന് വളരെ നിർണായകമായ ചില കാര്യങ്ങൾ നമ്മുടെ പേരിൽ ഉണ്ടാവുകയും അനുകൂലവും പ്രതികൂലവുമായി ഉണ്ടാവുകയും ചെയ്യുന്ന ദിവസമാണ്. ചിലർക്ക് ജോലി നിന്ന് സ്ഥലം മാറ്റം ലഭിക്കുമെന്നുള്ള ഒരു ഭയമോ അല്ലെങ്കിൽ ചിലർക്ക് അനുകൂലമായി തന്നെ സ്ഥലം മാറ്റം ലഭിക്കുമെന്നുള്ള ഒരു സന്തോഷ വാർത്തയോ ഒക്കെ ഇങ്ങനെ സമ്മിശ്രമായി വന്ന് ഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയും അതേപോലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയും കാര്യങ്ങൾ പരിശോധിക്കാം. ഈ കൂട്ടർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും.
കായിക രംഗത്ത് സെലക്ഷന് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് സെലക്ഷൻ കിട്ടുവാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ കായിക രംഗത്ത് നിലനിൽക്കുന്നവർക്ക്, കായിക പരിശീലനം നൽകുന്നവർക്ക് ചെറിയ ഒടിവ്, ചതവ്, മുറിവൊക്കെ ഏൽക്കാനായിട്ട് സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ചില അനുഭവങ്ങളുണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം പ്രതികൂലമായ സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭകരമായൊരു ദിവസമായിരിക്കും. ഇമ്പോർട്ട് എക്സ്പോർട്ട് തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത്ര നല്ല ഒരു ദിവസമായിരിക്കുകയില്ല. അതേപോലെ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക്, കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് ചില പരീക്ഷണങ്ങൾ നേരിടേണ്ടതായിട്ട് കാണുന്നു. അതേപോലെ ചില പ്രൊമോഷൻ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് നിരാശ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ചില അലിഗേഷനിലൊക്കെ ചെന്നുപെടാൻ സാധ്യതയുണ്ട്. ചില വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കുമൊക്കെ വിധേയരാകാനായിട്ട് സാധ്യത കാണുന്നു. പങ്കാളിയിൽ നിന്ന് തിക്താനുഭവം ഉണ്ടാകുകയും മാനസിക സംഘർഷം ഉണ്ടാകുകയും ഒക്കെ ചെയ്യാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമെന്ന്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് ഇന്ന് ആശ്വാസകരമായൊരു ദിവസമായിരിക്കും. സന്താനങ്ങളുടെ അഭിവൃദ്ധി കണ്ട് മനസ്സന്തോഷമുണ്ടാകുന്ന ദിവസമായിരിക്കും. പങ്കാളിയുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളുമായി ഉണ്ടായിരുന്ന ചില മാനസിക സംഘർഷങ്ങളും അല്ലെങ്കിൽ അവരുമുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനായിട്ട് സാധ്യതയുണ്ട്. നഷ്ടപ്പെട്ട മുതൽ തിരിച്ചു കിട്ടുവാൻ സാധ്യതയുണ്ട്. അതേപോലെ വീട്ടമ്മമാർക്ക് അത്ര അനുകൂലമായ ദിവസമായിരിക്കില്ല. ചില പൊള്ളൽ, മുറിവ്, ചതവ് ഒക്കെ ഒന്ന് ഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. അതേപോലെ ഭക്ഷ്യവിഷ ബാധ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാൽ. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആഹ്ലാദമുള്ള ഒരു ദിവസമായിരിക്കും. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ഒരു വിധി കിട്ടുന്ന ദിവസമായിരിക്കും. നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അനുകൂലമായ വിധി ലഭിക്കുന്ന ദിവസമാണ്. തർക്കങ്ങളും വഴക്കുകളും അതിര് കേസുകൾ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ വിലപേശൽ ഒക്കെ ഉള്ളവർക്ക് ഇന്ന് വളരെ ആശ്വാസകരമായ മറുപടി ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ വസ്തു വാങ്ങാനോ വിൽക്കാനോ ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു. ഉദര സംബന്ധമായ അസുഖങ്ങൾ വർദ്ധിക്കുവാനോ അല്ലെങ്കിൽ ആശുപത്രി സേവനം ചെയ്യുന്ന ജോലി ചെയ്യുന്നവർക്ക് പകർച്ചവ്യാധികൾ പിടിപെടുവാനോ ഒക്കെ സാധ്യത കാണുന്നു. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സന്താനങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന വിഷമതകൾക്ക് പരിഹാരം ലഭിക്കുന്ന ദിവസമാണ്. അവരുടെ അഭിവൃദ്ധിയിൽ സന്തോഷിക്കുന്ന ഒരു ദിവസമായിരിക്കും. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കൊക്കെ അത്ര ഗുണകരമായൊരു ദിവസമായിരിക്കുകയില്ല. എന്നാൽ ഭാഗ്യപരീക്ഷണത്തിന് പുറപ്പെടുന്നവർക്ക്, ഷെയറുകളിൽ പണം നിക്ഷേപിക്കുന്നവർക്ക്, ഊഹക്കച്ചവടങ്ങൾ നടത്തുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. ശാന്തമായ ജോലികൾ ചെയ്യുന്നവർക്ക് വളരെ സമാധാനപരമായ അംഗീകാരങ്ങളും അല്ലെങ്കിൽ സമാധാനപരമായ അന്തരീക്ഷവും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. എന്നാൽ സംഘർഷത്തിലേർപ്പെട്ടിട്ട് ജോലി ചെയ്യുന്നവർ, അതായത് IT ഫീൽഡ് ജോലി ചെയ്യുന്നവർ, രാഷ്ട്രീയ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് വളരെ സമ്മർദ്ദങ്ങളുണ്ടാവുകയും ആദർശങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു ദിവസമായി കാണുന്നു. വളരെ ശ്രദ്ധയോടുകൂടി ആലോചനയോടുകൂടി അവരവരുടെ ഭാഗം ശരിയാക്കി മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. രോഗാദി ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് വളരെ ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. ബന്ധുമിത്രാദികളുടെ രോഗാദി ദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കും ഇന്ന് ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. ഔദ്യോഗിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ആശ്വാസകരമായൊരു ദിവസമായിരിക്കും. ശാരീരികമായ മാനസികമായ സന്തോഷങ്ങൾ അന്വേഷിക്കുന്നവർക്ക് അതെല്ലാം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാല്. പൊതുവെ കുംഭക്കൂറുകാർക്ക് ഏഴര ശനിയുടെ അവസാന ഭാഗത്തോട്ട് നീങ്ങിയതുകൊണ്ട് ആശ്വാസകരമായ പല
അനുഭവങ്ങളും ഉണ്ടാകുമെങ്കിലും ശാസ്താപ്രീതിക്ക് വേണ്ടുന്ന എല്ലാ പ്രാർത്ഥനകളും ചെയ്യേണ്ടതാണ്. ശാസ്താവിന് 7 പ്രദക്ഷിണം വെച്ച് നീരാഞ്ജനം കത്തിക്കുന്നത് വളരെ അനുകൂലമായൊരു ദിവസമായ ഒരു കാര്യമായിരിക്കും. അതേപോലെ ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. അവരവരുടെ ആചാരമനുസരിച്ച് എല്ലാവരും ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുന്നത് വളരെ നന്നായിരിക്കും. കിട്ടാനുള്ള പണം തിരിച്ചു കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ വരുന്ന ഒരു ദിവസമായിരിക്കും. മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും വളരെ ഭംഗിയായി നിർവഹിക്കാനായിട്ട് പറ്റുന്ന ഒരു ദിവസമായിരിക്കും. വിവാഹാദി കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ദിവസമാണ്. വിവാഹം താമസിച്ചവർക്ക് വിവാഹത്തിനുള്ള അവസരം വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ശുഭകാര്യങ്ങളിൽ പങ്കെടുക്കുവാനായിട്ടുള്ള അവസരം വന്നു ചേരുന്ന ഒരു ദിവസമാണ്. എന്നാൽ ഗ്രഹത്തിലെ ചില ആളുകളുടെ ചില ബുദ്ധിമുട്ടുകൾ, ശാരീരിക പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ബന്ധുക്കളിൽ ചിലർക്കുണ്ടാകുന്ന സാമ്പത്തികവും ശാരീരികവുമായ പ്രശ്നങ്ങളൊക്കെ മനസ്സിനെ അലട്ടുവാനായിട്ട് സാധ്യത കാണുന്നു. ഷെയറിൽ നിക്ഷേപിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. നിക്ഷേപങ്ങൾക്ക് ന്യായമായ ലാഭം കിട്ടുന്ന ദിവസമാണ്. ഊഹ കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അത് അനുകൂലമായൊരു ദിവസമായിരിക്കും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കാണുന്നില്ല. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. എന്നാൽ വൈകുന്നേരത്തോടുകൂടി ചില സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. കടം കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ധനം കടം കൊടുത്ത് ചില വിഷമതകളിൽ ചെന്നുവിടാനും പ്രതീക്ഷിക്കാത്ത ചില നഷ്ടങ്ങൾ വരാനുമൊക്കെ സാധ്യതയുണ്ട്. കൊടുത്ത പണം തിരിച്ചു കിട്ടാനായിട്ട് ശ്രമിക്കുന്നവർക്ക് അതിന് തടസ്സമായി കാണുന്നു. അതേപോലെ ആ പണം കിട്ടാത്തത് കൊണ്ട് നമ്മൾ ചില സംഘർഷത്തിലേർപ്പെടാനും അല്ലെങ്കിൽ ചില കലഹത്തിന് ഒരുമ്പിടാനുമൊക്കെ സാധ്യതയുണ്ട്. ആത്മനിയന്ത്രണത്തോടു കൂടി മുൻപോട്ട് പോവുക, അല്ലെങ്കിൽ ബന്ധങ്ങളിൽ ഉലച്ചിൽ വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. സ്വന്തക്കാർക്ക് അല്ലെങ്കിൽ ബന്ധുക്കാർക്ക് വളരെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു ദിവസമാണ്. അത് നിങ്ങൾക്ക് വളരെയധികം സംതൃപ്തി നൽകുന്ന ഒരു ദിവസമായിരിക്കും. സന്താനങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷകൾക്കെല്ലാം ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. സാമ്പത്തിക നേട്ടം ഉണ്ട് എന്നുള്ള ഒരു മനസ്സമാധാനം വന്നു ചേരുന്ന ദിവസമാണ്. സ്വന്തം ആൾക്കാർക്ക് വളരെ ഉയർച്ച ഉണ്ടാകുന്നത് കണ്ട് സന്തോഷിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുക. ഉദരരോഗത്തിന് സാധ്യത കാണുന്നു. പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക. നമ്മുടെ ഇന്നത്തെ ഫലപ്രവചനം ഇവിടെ അവസാനിക്കുന്നു. സർവേശ്വരൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നാളെ വീണ്ടും കാണാം. നമസ്കാരം.